ഹലോ ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ലീലാവിലാസങ്ങൾ നമുക്ക് തുടരാം. അപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഓരോരുത്തർക്കും പ്രത്യേകിച്ച് നന്ദി നന്ദി നന്ദി. അപ്പോൾ ലൈക്കുകൾ ഇങ്ങനെ നമുക്ക് മാക്സിമം ഒന്ന് കൊടുത്താൽ ഒരുപാട് സന്തോഷമാണ്. അത് നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. നിങ്ങളാണ് ലൈക്ക് അടിക്കേണ്ടതും കമൻറ്റ് ചെയ്യുന്നതും. അത് നിങ്ങളോട് ഞാൻ എത്രയും പെട്ടെന്ന് ആദ്യം തന്നെ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല. ഓക്കെ, നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം. ഇന്നലെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളെ ജിൻഡോയുടെ വോട്ട് മുഴുവൻ ഒരു 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 അഭിഷേക് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. നമ്മളെന്താ വെച്ചാൽ നമ്മൾ പോലും പറഞ്ഞു അഭിഷേകിന് വോട്ട് കൊടുക്കുക, ജിൻഡോയുടെ വോട്ട് ഒരിക്കലും പാഴായി പോരുത്, അഭിഷേകിന് വോട്ട് കൊടുക്കുക. എന്നിട്ട് അഭിഷേക് ജിൻഡോയുടെ ഓട്ടൊക്കെ മേടിച്ചിട്ട് എന്താ ഇന്നലെ അവൻ കാണിച്ചത്? ഉളുപ്പുണ്ടാ നിനക്ക്? ചേറ്റെ, നിനക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നീ ഇന്നലെ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അതിൽ സ്റ്റാമ്പ് അടിക്കണം. ആ സ്റ്റാമ്പ് അടിക്കുമ്പോൾ നമ്മൾക്ക് എൻ്റെ ബോർഡിൽ സ്റ്റാമ്പ് അടിക്കാൻ വരുമ്പോൾ ഞാൻ പോയിട്ട് അവൻ്റെ ബോർഡിൽ അടിക്കാം. അതല്ലാണ്ട് നീ തടുക്കാൻ നിൽക്കണം. നീ ആരാ? താരസിംഗാ ജിൻഡോനെ തടുക്കാനായിട്ട്? അപ്പം എന്താ അതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോനെ അടി തെറ്റി വീഴ്ത്തുക. എന്നിട്ട് അവനങ്ങോട്ട് നിൽക്കണം, മലന്ന് അങ്ങോട്ട് നെഞ്ഞു പിരിച്ചാണ്ട് നിൽക്കുക. ജിൻഡോനെ അടിക്കാൻ പറ്റുന്നില്ല. ജിൻഡോ അപ്പോൾ പിടിച്ച് മാറ്റാനോ പിടിക്കാനോ നിൽക്കണതിന് മുമ്പ് തന്നെ അവൻ ജിൻഡോനെ അറ്റാക്ക് ചെയ്തപ്പോഴാണ് പിടിവലി ഉണ്ടായത്. അങ്ങനെ ഇനി രണ്ടുപേരും കൂടി മാറി നിന്നതും ബിഗ് ബോസ് പിടിച്ച് വരട്ടിയതും എന്താ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ ഇതൊരു ടാസ്ക്കാണ്. ഇത് ഒരാളെ പിടിച്ചു മാറ്റാനോ പിടിച്ചു തള്ളാനുള്ള അല്ല, ഇതൊരു സ്റ്റാമ്പ് അടിക്കാനുള്ള ടാസ്ക്കാണ് എന്ന് വ്യക്തമായി പറഞ്ഞത് അപ്പം എല്ലാവരും കേട്ടതാണ്. അപ്പോൾ ജിൻഡോനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇവനെ എവിടെ നിന്ന് കിട്ടി? ഇവനെ വളർത്തി കൊണ്ടുവന്നൊരു നമ്മളെപ്പോലെയുള്ള ഒരു പ്രേക്ഷകരല്ലേ. അത് ജിൻഡോനെ അറ്റാക്ക് ചെയ്യാനാണോ? അവിടെ ഒത്തൊരുമോട് കളിക്കുന്ന ആൾക്കാരില്ലേ ഇതുപോലെ? അന്ന് അൻസിബ പോകുമ്പോൾ പറഞ്ഞതാ, മുടിയാ നിനക്ക് ഈ അഭിഷേകുണ്ട്. അതുപോലെ തന്നെ ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോൻ്റെ താഴെ നിന്ന് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. 2-3 ടാസ്കിലങ്ങോട്ട് ഇവനങ്ങോട്ട് സ്കോർ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇവൻ വലിയ ആളായ. ഇവൻ ജിൻഡോൻ്റെ മേത്ത് കയറാൻ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ആളായ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനോട് സ്വല്പം സഹതാപമുണ്ട്. ഇവൻ്റെ അമ്മ, എല്ലാവരും അമ്മേനെ സ്നേഹിക്കുന്നവരാണ്. അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയി, ആ വിഷമം കാണിക്കാണ്ട് ഇവൻ ജീവിച്ചു. അത് ഇവിടെ വന്ന് പുറത്ത് കാണിച്ചു. അത് അവൻ്റെ അച്ഛൻ വന്ന് പിന്നെ ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവനെ ഒന്ന് സ്നേഹിച്ചത്. അല്ലാണ്ട് നിൻ്റെക്ക് തന്ന ആ സ്നേഹം നീ ജിൻഡോൻ്റെ നെഞ്ഞത്ത് കാണിക്കാനുള്ളതല്ല. നീ ഇന്നലെ കാണിച്ചത് ശുദ്ധ അസമന്ത കാണിച്ചത്, തെമ്മാടിത്തര കാണിച്ചത്. ഇനിയിപ്പോൾ ജിൻഡോനെ അടിച്ച് മലത്തിയിട്ട് അവന് ടാസ്ക് ജയിക്കണം. ടിക്കറ്റ് ഫിനാലിലേക്ക് അവന് നേരിട്ട് പോകണം. എടാ ഉളുപ്പില്ലാത്തവനെ, നാറി, എനിക്ക് വേറെ വല്ല തൂങ്ങിച്ചത്തവൻ്റെ അരണച്ചടമ്പ് പോയി തൂങ്ങിച്ചാവിടാ. ജിൻഡോനെ അറ്റാക്ക് ചെയ്തിട്ട് ഇന്നലെ ജിൻഡോ പുറത്ത് പോകുന്ന ഒരു അവസ്ഥ വരെ എത്തിയതാണ് ഇവൻ കാരണം. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന് പറഞ്ഞതാണ്. അവിടെ കളിക്കുന്നുണ്ട് 2 തെണ്ടികൾ. സായി കളിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? സായി വെള്ളം കോരുന്നത് മുഴുവൻ സിജോയ്ക്ക് വേണ്ടിയിട്ട്. സിജോയും സായിയും കൂടി ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അതിൻ്റെ ഇടയിലേക്ക് ഇനി നന്ദന ഇടയ്ക്കൊന്ന് കയറി ചെല്ലും. നന്ദനെ കയറി ചെന്നിട്ട്, നന്ദനയുടെ ഗെയിമാണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദനെ കയറി ചെന്നിട്ട് ഇവരെ 2 പേരും ചേട്ടനാണ് അനിയനാണ് ചേട്ടന്മാരാണ്, ഞാൻ നിങ്ങളുടെ അനിയത്തി കുട്ടിയാന്ന് പറഞ്ഞിട്ട് സായിനെ ഇടയ്ക്ക് കെട്ടിപ്പിടിച്ചൊന്ന് സന്തോഷിപ്പിക്കും. ഈ സിജോനെ ഇടയ്ക്കൊന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷിപ്പിക്കും. ഇവർ 2 പേരും കളിക്കുന്നത്, ഇവർ 2 പേരും പരസ്പരം കളിക്കുന്നത് എന്താ? സായിക്ക് എന്തായാലും ഈ കപ്പ് കിട്ടില്ല, അവിടെ നിൽക്കാനും പറ്റില്ല, അവിടെ നിന്ന് പുറത്ത് പോകുന്നുള്ള മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സിജോനെ ജയിപ്പിക്കാൻ അതിന് വേണ്ടി അവൻ ഉടായ്പ് കളികൾ കളിച്ചുകൊണ്ടാണ് ഈ സായി നിൽക്കുന്നത്. അവർ ഒരുപോലെ നിൽക്കുന്നുണ്ട്. അവർ ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കളിക്കുന്നത്. കാരണം എന്താ? സിജോ ജയിക്കണം, അതാണ് സായിയുടെ ഏറ്റവും വലിയ ആംബിഷൻ. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ നന്ദന വരുന്നുണ്ട്. പക്ഷെ നന്ദന വന്നപ്പോൾ നന്ദനയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദനയുടെ തട്ടിപ്പ് ഇവർക്ക് മനസ്സിലായി. ഈ കെട്ടിപ്പിടിച്ചുകൊണ്ടും സൂചിപ്പിച്ചുകൊണ്ടൊന്നും അവർ ഇതാവില്ല. പല കളികളിലും നന്ദനെ അവരെടുത്ത് മലത്തടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്ദനയ്ക്ക് അവിടെ പിടുത്തം കിട്ടില്ല. നന്ദന ഇപ്പോൾ സിജോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ സായിയോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ചേട്ടനാണ്, പൊന്നുമോളാണ്, നിങ്ങളുടെ അനിയത്തിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ലോ, എന്നെ നിങ്ങൾ ഇടിച്ച് താത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഓടുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ വൃത്തികെട്ട ഒരു സാധന, കാശ് എന്ന് പറഞ്ഞ് മാത്രം വന്നുള്ള ഒരു വ്യക്തി അത് ആ നന്ദന എന്ന് പറഞ്ഞത്. ഓവർ സ്മാർട്ട് വേറെ. അതുപോലെ തന്നെ ഈ ഒരു ദിവസം 5000 രൂപ എണ്ണ 10000 വരെ താഴെ കിട്ടുന്നുണ്ട്. അപ്പം തന്നെ ഈ വൈൽഡ് കാർഡ് വന്ന് കയറി വന്നാലും അത്യാവശ്യം പൈസ കിട്ടുന്നത്. ചെറിയ വീടൊക്കെ പണിയാം.
അതുകൊണ്ട് താമസമല്ല. ഇനിയിപ്പോൾ പെട്ടി ടാസ്ക് വരുമ്പോൾ അതും എടുത്തുകൊണ്ട് പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ സായിയുടെ കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം മോഹൻലാൽ വന്നിട്ട് ശക്തമായിട്ട് സായിനെ ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് കാർഡ് തന്നെ കൊടുത്തിട്ട് അവനെ ഇറക്കി വിടേണ്ടതാണ്. ബിഗ് ബോസിൻ്റെ നിയമങ്ങൾക്ക് എതിരായിട്ടാണ് നമ്മളൊരു വീഡിയോ ക്ലിപ്പ് പുറത്തോട്ടുണ്ടായിരുന്നല്ലോ. ഇവൻ പുറത്തൊരു പ്ലാനിങ് ആയിട്ടാണ് ഇവിടെ കയറി വന്നു പോകുന്നത്. പുറത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ജാസ്മിൻ്റെ വാപ്പയ്ക്ക് വാക്ക് കൊടുത്തത് നിങ്ങൾ കേട്ടതാണ്. വാപ്പ ഞാൻ അതിന് വേണ്ടത് ഞാൻ ചെയ്യാം അവിടെ ചെന്നിട്ട്. വാപ്പ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. എന്താണ് അവൻ ചെയ്തത്? ഇവൻ ചെയ്ത് ആദ്യം തന്നെ കയറി വന്ന വഴിക്ക് ഈറ്റം മണപ്പിച്ച് ജാസ്മിനെ ചെന്നിരുന്നിട്ട് ഉള്ള രഹസ്യങ്ങൾ മുഴുവൻ, പുറത്തുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഇവന് വാണിംഗ് ഒന്നും കൊടുത്താൽ പോരാ. ഇപ്രാവശ്യം എന്തായാലും അവൻ പുറത്താണ്. ഇവൻ രക്ഷപ്പെട്ടാൽ തന്നെ അടുത്ത ആഴ്ച അവൻ പുറത്താണ്. ആ കാര്യത്തിലൊരു തർക്കമില്ല. ഇവൻ ലോക നാറിയ. ഇവൻ എത്രയും ഇവൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പേരിന് ഒന്ന് എല്ലാവരും കൂടി അറിയിക്കാൻ വന്നു. ഞാൻ സീക്രട്ട് ഏജൻ്റ് അല്ല, ഞാൻ സായി ആണെന്ന് എല്ലാവരും അറിയിക്കാൻ വന്നാണ്. എനിക്ക് അച്ഛനായിട്ട് ഞാൻ ഇത്രയും കൊല്ലമായിട്ട് മിണ്ടില്ല. നിന്നെപ്പോലെ ഒരു ഊളോടെ എങ്ങനെയാണ് അച്ഛന്മാർ മിണ്ടുക? നിന്റെ ശരിക്കുള്ള സ്വഭാവം ചൊട്ടശീലം ചൊടല വരിക എന്ന് പറഞ്ഞ് നടക്കണോനെ. നീ കൂടെ കിടക്കണവർക്കല്ലേ രാപ്പിനെ അറിയുള്ളൂ. നിന്റെ അച്ഛന് നിന്റെ രാപ്പിനെ അറിയാം. അതുകൊണ്ടാണ് നിന്നെയൊക്കെ പിടിച്ച് പുറത്താക്കി നിൽക്കുന്നത്. ആ തെണ്ടിത്തരം കളിയല്ലേ നീ ഇവിടെ വന്ന് എടുക്കുന്നത്. ഇവൻ ജിൻഡോനെ പുറത്താക്കണം. ഇന്നലെ അവൻ പബ്ലിക്കായിട്ട് പറഞ്ഞതാ, എന്ത് വില കൊടുത്തും ജിൻഡോനെ ഇവിടുന്ന് പുറത്താക്കും എന്ന് പറഞ്ഞ ഏക വ്യക്തിയാണ്. നീ തീർന്നുടാ. നീ ഇതിൽ തീർന്നു. ആ കാര്യം ഉറപ്പാണ്. ജിൻഡോനെ നീ ടാർഗറ്റ് ചെയ്തപ്പോൾ നീ തീർന്നു. നീ എത്രത്തോളം ഉണ്ട്? നീ വല്ല ടാസ്കിൽ ജയിക്കുന്നുണ്ടോ? നീ ഫിനാലെ ടിക്കറ്റ് ടാസ്ക് കളിയിൽ നീ എന്തെങ്കിലും കിട്ടിയിട്ട് നിനക്കൊന്ന് കയറി പോകാൻ പറ്റുമോ? പറ്റില്ല. നീ വട്ടപൂജാണ്ട. നീ ആ കാറിലിരുന്ന് വീഡിയോ ആൾക്കാരെ പച്ചർച്ച് തിന്നല്ല നിനക്കും നിന്റെ ഭാര്യയ്ക്കും പറ്റുള്ളൂ. അതുപോലെ തന്നെ നീ അങ്ങോട്ട് പട്ടി അങ്ങോട്ട് ചത്തുന്ന് പറഞ്ഞപ്പോൾ നീ എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാണിച്ചത്? തലകുത്തി മറിയണ്, കരയിന്, മയക്കെടുത്ത് എറിയണ്, ഭാര്യയ്ക്ക് അങ്ങോട്ട് ഭാര്യനെ പിടിച്ച് നാടകം കളിക്കുന്നു. എന്തൊക്കെ നീ കളി കളിച്ചറവിടെ വെച്ചിട്ട് നീ എത്രയും പെട്ടെന്ന് പുറത്ത് പാടാ. പട്ടി ചത്തേൻ്റെ നീ അടിയന്തരം പോയി നടത്ത്. അതാണ് നിനക്ക് നല്ലത്. ആ അടിയന്തരം നടത്താണ്ടിരിക്കുക. പെണ്ണുമ്പിള്ള ഇപ്പോൾ വീഡിയോയിലേക്ക് ഇപ്പോൾ റീച്ചുമില്ല, ഒന്നുമില്ല. കാറിൽ നിന്നിട്ട് നീ പോയപ്പോൾ എന്തൊക്കെയായിരുന്നു ബിഗ് ബോസിനെ കുറിച്ച് നിന്നെ പൊന്തിക്കുന്നുണ്ട്. അത്രമാത്രം. വേറൊരു വസ്തുവില്ല. നീ എത്രയും പെട്ടെന്ന് പോയി ചാനൽ രക്ഷപ്പെടുത്താൻ നോക്ക്. നിനക്ക് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. നിന്നൊക്കെ ഇതൊക്കെ മിണ്ടാണ്ടിരിക്കുന്ന അച്ഛനെ സ്തുതിക്കണം. അയാളൊരു അന്തസ്സുള്ള മനുഷ്യനാണ്. നിന്റെ സ്വഭാവം കൊണ്ട് നീ ഇവിടെ നിന്ന് മനസ്സിലാക്കി നീ ഒരു അന്തസ്സ് കെട്ടവനാണ്. നീ ഉഡായിപ്പിൻ്റെ ആശാനാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നീ ഇന്നലെ പറഞ്ഞത്. ജിൻഡോനെ പുറത്താക്കണം. ജിൻ്റെ എന്തുണ്ടാ നിന്നെ നെഞ്ഞെത്തിക്ക് വന്നത്? ആ പാവാടോ നീ നിന്ന് കളിക്കല്ലേ? നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? നിന്നെ ഇന്ന വരെ ഒരു കളി ഒരു വാക്ക് പോലും, നിന്നോടൊരു വഴക്കിന് പോലും ജിൻഡ വന്നിട്ടില്ല. അതുപോലെ ഒതുങ്ങി നിൽക്കുന്ന ആ ജിൻഡോനെ നെഞ്ഞെത്തിക്ക് നീ എന്താ കയറുന്നു? നിനക്ക് ജിൻഡോനെ പുറത്താക്കിയിട്ട് സായിനെ വിന്നറാക്കണം. സായിക്ക് സിജോയ്ക്ക് കപ്പ് കൊടുക്കണം. അതല്ലടാ സായി നിന്റെ സ്വഭാവം. ഇപ്പം നിന്നൊക്കെ അച്ഛൻ പുറത്താക്കിയില്ലെങ്കിൽ, നിന്നോട് മിണ്ടിയില്ലെങ്കിൽ അയാളൊരു മഹാനാ. എന്നാ ഞാൻ പറയുള്ളൂ. നിൻ്റെയൊക്കെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ നിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണാണ്ടിരിക്കില്ലോ അല്ലേ? തണ്ടൽ വേദനയാണ്. എനിക്ക് തണ്ടൽ വേദനയാണ്. ഞാൻ തണ്ടലിൽ ഞാൻ ചൂട് വെച്ചിട്ടാണ് നടക്കണത്. ഈ നാറിയല്ലേ അന്ന് കട്ട ടാസ്കിൽ 25 കട്ടേനെ എടുത്ത് നഞ്ഞത്തടക്കി പിടിച്ചിട്ട് കൊണ്ടുവിടുന്നത്. അപ്പോൾ ഇവനൊരു നടുവേദനയും ഇല്ല, ഒരു മണ്ണാങ്കട്ടും ഇല്ല. ആൾക്കാരെ സിമ്പതി കിട്ടാൻ വേണ്ടി, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെറ്റ കളിക്കുന്ന കളിയാണ്. ഓരോരുത്തരെ ബിഗ് ബോസിൻ്റെ ഉള്ളിലത്തെ ഓരോരുത്തരുടെ പ്രവൃത്തി പോലെ ഇരിക്കും നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. അവർ നാറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാറിയെന്നും ചെറ്റേന്ന് എന്നെ പറയണം. അതിന് വേറെ ഭാഷയില്ല. പിന്നെ അതിനേലും വലിയ തെറികളുണ്ട്, അത് നമ്മൾ വിളിക്കുന്നില്ല. അപ്പോൾ ഈ നാറി, ചെറ്റ, നായ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സഹിക്കണം. അവൻ്റെ സ്വഭാവം നമ്മൾ കണ്ടിട്ട് നിങ്ങളും കണ്ടല്ലോ, എന്നിട്ടാണ് നമ്മളിത് പ്രതികരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പറയേണ്ടത്, ഈ പ്രേക്ഷക ലക്ഷങ്ങൾ പറയേണ്ടത് നമ്മൾ ഇവനോട് പറയണം. ഇവൻ എന്താണ് പ്രേക്ഷക ലക്ഷങ്ങളുടെ കണ്ണിലുണ്ണിന് ജിൻഡോ. ആ ജിൻഡോനെ ഇവൻ ഇന്നലെ പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കുന്നുള്ളത്. അപ്പം നമ്മൾ പ്രതികരിക്കണ്ടേ? അഭിഷേക് ഇന്നലെ ഊള. അവന് എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവൻ ഇന്നലെ അങ്ങനെ ചെയ്യുമോ? അപ്പോൾ ജിൻഡോ ഇനി എത്രയും പെട്ടെന്ന്, ഇത്രയും ദിവസങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് നിൽക്കേണ്ട സമയമാണ്. ജിൻഡോയ്ക്ക് ഇവർ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ കൂടോത്രം ഉണ്ട്. ആ കൂടോത്രം വെച്ചിട്ട് ജിൻഡോനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജിൻഡോ എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഇത്രയും നാൾ നിന്ന ഒരു ജിൻഡോ അല്ല ഇവൻ്റെ അടുത്ത് നിന്നത്. അതെന്താ ജിൻഡോൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കയറി കൂടുന്നുണ്ട്. അതുകൊണ്ട് സംഭവിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോട്ടെ, ഇന്നലെ ജാസ്മിൻ നമ്മളെ ഈ സിജു ആയിട്ട് എന്തൊക്കെയോ അലമ്പുണ്ടാക്കുന്നുണ്ട്. ഇവൾക്ക് എന്തെങ്കിലും ടാസ്കിൽ തോറ്റാൽ
ഇവളുടെ പണി എന്താ വെച്ചാൽ പൊട്ടിക്ക് ഗർഭമുണ്ടായ പോലെയാണ്. പിന്നെ പിറു എന്ന് പറഞ്ഞിട്ടിരിക്കുക. ഒരു ഗെയിമിൽ ഇവൾക്ക് ജയിക്കാൻ യാതൊരു താല്പര്യവും, ജയിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഗെയിമിലിപ്പോൾ ബിഗ് ബോസിന് നേരിട്ട് വന്നിട്ട് കളിച്ചിട്ട് ഇവളെ ജയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ അവനാൻ്റെ മിടുക്ക് പോലെ അവനാൻ ജയിക്കണം എന്നാണ് ബിഗ് ബോസ് പറയണത്. അപ്പോൾ അതിലെല്ലാം ഇപ്പോൾ ആദ്യമേ ഔട്ടാവുക. അപ്പോൾ ഈ സ്റ്റാമ്പ് അടിച്ച കേസിൽ ഇവൾ ഔട്ടായി. അപ്പോൾ അവളെന്തുണ്ടായി, നമ്മുടെ ക്യാപ്റ്റനായ സിജോനെ നെഞ്ഞത്തേക്ക് കയറി, നീ അത് എണ്ണിയില്ല, നീ ഇത് എണ്ണിയില്ല, ഇത് സ്റ്റാമ്പ് വന്നില്ല, ഇത് എവിറ്റഡ് അല്ല, മറ്റതാണ് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആദ്യമേ പുറത്തായതാണ്. എന്നിട്ട് അവിടെ ചെന്നിരുന്നിട്ട് വീണ്ടും സിജോനെ നെഞ്ഞത്തേക്ക് കയറുക. സിജോ ആയിട്ട് സ്വല്പം അടിയും ചക്കര അടണേ. ഇവനത് ആവശ്യമാണ്. ഇവൻ സ്ഥിരമായിട്ട് ഒരാളെ അടിയും ചക്കര ആക്കൂല, എല്ലാവരും തള്ളി പറയുകയും ചെയ്യും. ഇവനെ ഏറ്റവും അധികം സഹായിക്കുന്ന സായിന്. അതുപോലെ തന്നെ നന്ദനേനും തള്ളി പറഞ്ഞു. അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട സ്വഭാവമുള്ളതാണ്. അതാണ് അവന് ഇടി കിട്ടിയത്. ഒരു ഇടി കൂടി കിട്ടണ്ടായിരുന്നു അവന്. അത്രയും നല്ല ചരക്കവൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവന് കുറച്ച് ഇവിടെ ഇവള് കൊടുക്കുന്നുണ്ട്. നീ അത് ചെയ്തില്ലേ, നീ ഇത് ചെയ്തില്ലേ, നീ എന്നെ കൽപ്പിച്ചു കൂട്ടി, നീ എന്നെ പുറത്താക്കി, അതാണ് തുടങ്ങി. അപ്പോൾ ഇവൾക്ക് ഈ പൊട്ടിക്ക് വയറ്റിലുണ്ടായ പോലെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ്, ഈ അഫ്സൽ 1 മണിക്കൂർ നേരത്തെ ലൈവാണ് ഇട്ടത്. അതിനു മുമ്പ് നമ്മുടെ മുന്നാടുന്ന ഇവളുടെ രണ്ടാമത്തെ കാമുകൻ. ആദ്യത്തെ കാമുകനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ യൂട്യൂബ് തുടങ്ങാനും കഞ്ഞി കുടിക്കാൻ വകയില്ലാണ്ട് നടക്കുന്ന കാലത്ത് ഇങ്ങനെ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ടെന്നും അതിൽ തുടങ്ങാനും ഇവളെ പ്രേമിച്ച് നടന്നുകൊടുന്നതാണ് ആദ്യത്തെ വ്യക്തി. അവനെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവളൊരു കൂട്ടുകാരിയുണ്ട്, അസലയുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, വലിയ ആർഭാട കല്യാണം. ഇവരൊക്കെ റിസോർട്ട് എടുത്തിട്ട് 10-20 ദിവസം ആർമാദിച്ചു റിസോർട്ടിൽ. വീഡിയോ എടുക്കലും തെക്കും തിരക്കും. ഇനി അവിടെ ഇല്ലാത്ത അംഗങ്ങളില്ല. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു കല്യാണത്തിലേക്ക് കടന്നത്. കല്യാണത്തിന് 10 ദിവസം മുമ്പ് തന്നെ റിസോർട്ടുകൾ ബുക്ക് ചെയ്തിട്ട് ഗസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് അവിടെ കാശിൻ്റെ ആർഭാടാണ്. അപ്പോൾ അയർലൻഡിലാണ് ഒരു ഭർത്താവ്. അവള് കല്യാണം കഴിച്ച് അങ്ങനെ ഒരു മാന്യമര്യാദയുള്ളതുകൊണ്ട് പോയി. ഇവളായിട്ട് വഴക്കുമായി. അവളെ ഒരുപാട് വാര വെച്ച് കുഴി കുത്തി അവളെ തകിട് പൊടിയായിട്ടാണ് അവളെ പറഞ്ഞത്. ഇപ്പോൾ അവർ ഫ്രണ്ട്സും അല്ല, ഒന്നുമല്ല. അപ്പോൾ അതവിടെ ഇരിക്കുമ്പോൾ അവളുടെ കല്യാണത്തിനാണ് ഈ അഫ്സലിനെ ഇവള് കാണുന്നത്. ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു കല്യാണമോ ഒരു അടിയന്തരോ ഒരാൾ മരിച്ചോർത്തേക്ക് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണത്തിന് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് കല്യാണപ്പെണ്ണിനേക്കാളും വലിയ വില കൂടിയ ഡ്രസ്സും അതിനേക്കാളും വലിയ മേക്കപ്പും എല്ലാ അറ്റൻഷനും എല്ലാ നോട്ടങ്ങളും ഇവളുടെ നെഞ്ചത്തേക്ക് കിട്ടണം. അതിന് വേണ്ടിയുള്ള ഇവള് എത്ര രൂപ ചെലവ് ചെയ്താലും അതിനുള്ള ഡ്രസ്സ് എടുക്കും. അടുത്തോടൊക്കെ അവിടെ കാമുകന്മാരുണ്ടല്ലോ, അത് ഇട്ടിട്ട് ഇവള് ചെല്ലുക. അപ്പോൾ ആ കല്യാണത്തിന് ചെന്നപ്പോഴാണ് ഈ അഫ്സലിനെ കണ്ടത്. ആരെ കണ്ടു കഴിഞ്ഞാലും 5 മിനിറ്റിനുള്ളിൽ ഇവളുടെ പോക്കറ്റിലാക്കാനും ഇവളുടെ കാമുകനാക്കാനും ഇവളുടെ ഒരു വൈഭവം വേറെ ഒരു പെണ്ണുങ്ങൾക്കും ഉണ്ടാവില്ല. ഒരു പെണ്ണുങ്ങളൊക്കെ ആണുങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ജോലി പോവും. അങ്ങനെയൊന്നല്ല, ഇവിടെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യും. ഇവൾക്ക് ആണുങ്ങൾ മാത്രമുള്ള ഫ്രണ്ട്സുള്ള പെണ്ണുങ്ങൾ ഇവള് ഫ്രണ്ട്സാക്കി വെക്കില്ല. ഇത് ഇവിടെ തന്നെ അവിടെ വെച്ച് പറഞ്ഞുള്ളതാണ്. അങ്ങനെ അഫ്സലിനെ കുപ്പിയിലാക്കി. അവനെ കണ്ടപ്പോൾ സ്വല്പം സാമ്പത്തികമൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള നിലയിൽ അങ്ങനെ കുപ്പിയിലാക്കി. അപ്പോൾ എന്തുണ്ടായി, പുറത്ത്. ഇതിനു മുമ്പ് കല്യാണം കഴിക്കാനായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും വെച്ചിട്ടിരുന്ന അവർ വീട്ടുകാർക്ക് അറിയാം, ഇവള് പറയാൻ പാടുന്നു. എത്രയാ 2 കൊല്ലം 3 കൊല്ലം അവർ പ്രേമിച്ച് നടന്നതൊക്കെ പറയണത്. അത് കഴിഞ്ഞപ്പോൾ മുന്നയ്ക്ക് മനസ്സിലായി ഇവള് വേറെ ഒരുത്തനായിട്ട് അഫ്സലായിട്ട് ബന്ധാന്ന് മനസ്സിലായി. അഫ്സൽ വീട്ടിൽ കല്യാണം ആലോചിക്കുന്ന അങ്ങനെ എൻഗേജ്മെന്റ് നടത്തണം. അപ്പം എന്തുണ്ടായി, ഇവള് തലേ ദിവസത്തെ നാളെ നമ്മുടെ അഫ്സലായിട്ടുള്ള എൻഗേജ്മെന്റ് തലേ ദിവസം ഇവള് മുന്നേനെ വിളിക്കുക. ആ ഫോൺ കോളിലൂടെ ലീക്കായിട്ടുണ്ട്. അതിപ്പോൾ എല്ലായിടത്തും പറന്ന് കിടക്കുന്നുണ്ട്. ഞാനിത് വെക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഇവള് മുന്നോട് ചോദിക്കുക, കഴിഞ്ഞതെല്ലാം മറന്ന് മുന്നേക്ക് എന്നെ വീണ്ടും സ്വീകരിക്കാൻ പറ്റുമോ? എനിക്ക് നിന്നെയാണ് ഇഷ്ടം. അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് നാളെ നിന്റെ എൻഗേജ്മെന്റ് അല്ലേ, നീ എന്തുട്ടാ പറയണത്? ഞാൻ എന്തായാലും വേണ്ടാന്ന് വെച്ചു, ഞാൻ പേക്കപ്പായി, ഞാൻ ഫ്രെയിമിലില്ല. നീ അവനെങ്കിലും അഫ്സലിനെങ്കിലും നീ വഞ്ചിക്കാതിരിക്കുക. അതാണ് ഞാൻ പറയണത്. അവനും നിന്നെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രേമത്തിലാടുന്നു. എൻ്റെ കാര്യം വിട്ടേക്ക്. ഇനി അല്ല, എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ നാളെ ഈ എൻഗേജ്മെന്റിൽ നിന്ന് ഒഴിവാക്കാം. നീ ഒഴിവാവണ്ട. നീ അവൻ്റെ ശാപം കൂടി തലയിൽ വലിച്ചു കഴിക്കണ്ട. അതുകൊണ്ട് നീ ആ എൻഗേജ്മെന്റ് നടത്തുക. അവനോടെങ്കിലും 100% സത്യസന്ധമായിട്ട് നിൽക്കുക. ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് അന്തസ്സായുള്ള മനുഷ്യൻ അന്തസ്സായിട്ട് അയാൾ ഒഴിയുക ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഈ എൻഗേജ്മെന്റ് നടന്നത്. എൻഗേജ്മെന്റ് നടന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവള് പറഞ്ഞു കേട്ടില്ലേ,
അങ്ങനെ എൻഗേജ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല. പെൺകുട്ടികളാകുമ്പോൾ എന്തോരം ആൾക്കാർ ചോദിക്കും കല്യാണം കഴിച്ചു കൊടുക്കുമോ നോക്കാം, അതൊക്കെ നോക്കാം എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്ന് അവർ രണ്ടുപേരും തേച്ച പോലെ ഇപ്പോൾ അഫ്സലിൻ്റെ മുഖത്ത് കരിവാരി തേച്ച് ഇതിൻ്റെ ഉള്ളിൽ ഈ പേക്കൂത്ത് നടക്കുന്നത്, നമ്മുടെ കാമകടുവയായിട്ട് ഈ പേക്കൂത്തൊക്കെ നടക്കുന്നത്. ഒരു വിവാഹത്തിൻ്റെ ഉറപ്പിക്കൽ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഇവളിങ്ങനെയൊക്കെ നടത്തുമ്പോൾ അത് ഗെയിമാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ വാപ്പ കുറെ ശ്രമിച്ചു. പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ബന്ധം വളർന്നു പോയപ്പോഴാണ് ഈ എല്ലാ ഓരോ ദിവസം 2 ദിവസം 4 ദിവസമൊക്കെ കഴിയുമ്പോൾ ഓരോ വീഡിയോ ഇട്ടില്ല. പക്ഷേ ഞാൻ അവനെ പറയുള്ളൂ, അഫ്സലിനെ പറയുള്ളൂ. മുന്നേ കുറേ വീഡിയോകൾ ഇട്ടു. അതോടുകൂടി മുന്നനെ കുറിച്ച് തെറ്റുധാരണകൾ ഉണ്ടായിരുന്നു. ആ കുറേ വീഡിയോകൾ ഇട്ട് അതൊക്കെ തെറ്റുധാരണകളൊക്കെ തീർത്ത് രാജ്യത്തു നിന്നേ പോയി. അത് കഴിഞ്ഞിട്ട് ഇവൻ വന്നു. ഇവനെക്കുറിച്ച് പല ആരോപണങ്ങളും ഒരു വീട്ടുകാരെ കുറിച്ച് വന്നപ്പോൾ അതിനെക്കുറിച്ച് മൂപ്പര് വീഡിയോ ഇട്ടു. അത് വീഡിയോ ഇടുമ്പോൾ അതിപ്പോൾ നിരന്തരമായിട്ട് തുറന്നുകൊണ്ടിരിക്കുക. അതൊക്കെ വൃത്തികേടാണ്. നമുക്കൊരു ബന്ധം വേണ്ടാന്ന് വെച്ചാൽ അത് അവരെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട. പിന്നെ അവിടെ ഒരു അപ്പീലില്ല. പിന്നെ ഇവിടെ മൂട് താങ്ങി നടക്കാനോ ഇനിയിപ്പോൾ ഇവള് വീട്ടിൽ അവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ കല്യാണം കഴിക്കാനായിട്ട് ചെല്ലാനോ ഒന്നും നിൽക്കരുത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ആൾക്കാർ ഒരു ശരിക്കും പറഞ്ഞ ഒരു പുഴുത്ത പട്ടിയെ നോക്കണ പോലെ നോക്കുക. ഇതുപോലെയൊക്കെ കിടന്ന് നടന്നുള്ള ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് നിന്റെ തറവാട്ടിൽ എങ്ങനെ നീ കയറ്റി താമസിപ്പിക്കും? ഇവളുടെ യഥാർത്ഥ സ്വഭാവങ്ങളെല്ലാം നീ മനസ്സിലാക്കിയുള്ള ഒരു വ്യക്തിയാണ്. നിനക്ക് എല്ലാ ഈ ഓന്തിൻ്റെ പോലെ കളർ മാറുന്ന എല്ലാ വിവരങ്ങളും നിനക്കറിയാം. എന്നിട്ടെങ്കിലും നീ ഇതൊന്നും മിണ്ടാണ്ടിരിക്കുക. ഒരു വീഡിയോ ഇവൾക്ക് വേണ്ടി ഇടാണ്ടിരിക്കുക. ഇവൾക്കൊരു ഹെൽപ്പും ചെയ്യാണ്ടിരിക്കുക. നീ എന്നല്ലേ കുറേ നാൾ മുമ്പ് ഇവളെ കൊണ്ടുപോയിട്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആക്കിയിട്ട് നിനക്ക് എയർ ഹോസ്റ്റസ് ആവണം, അതുപോലെ തന്നെ പൈലറ്റ് ആക്കണമൊക്കെ എന്ന് പറഞ്ഞിട്ട് നീ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയിട്ട് കുറേ കോഴ്സിലൊക്കെ ചേർത്തില്ലോ. അത് കഴിഞ്ഞ് അവിടെ ചേർത്തിയ വഴിക്ക് അവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ? അപ്പോൾ അതവളുടെ ശീലം. ഇവളെ അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ കെടുക്കില്ല, അത് പൊട്ടക്കുളം തേടി പോകും. അപ്പോൾ അതുകൊണ്ട് ഇവൾക്ക് ഇങ്ങനെ തെണ്ടി തിന്നാനേ യോഗം. അതുപോലെ തന്നെ ഇവൾക്ക് ഈ പ്രേമം വിട്ടിട്ട് ഒരു കളിയില്ല. കാരണം എന്താ വെച്ചാൽ നല്ല പ്രായത്തിൽ വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്തെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ടോ തന്നെയല്ലേ ഈ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഗബ്രി ഈ ഫിനാലിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാസ്മിൻ്റെ വാപ്പ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. നീ ഇനി എൻ്റെ മകളെ കാണാനോ ഫിനാലയിൽ പോകാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് മോൾക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനോ മോള് ജയിക്കാൻ വേണ്ടിയിട്ട് നീ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് വിഷയം വേറെ ആയിട്ട് മാറും. അവൾ സ്വന്തമായി കളിച്ച് ജയിക്കും. അവൾ നിൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യമില്ലെന്ന് ഭയങ്കര ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഭീഷണിയൊക്കെ പുല്ല് വിലയായിട്ട് ഗബ്രി വരുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. ഗബ്രി ഫിനാലിക്ക് എത്തും. ഇതൊക്കെ പുല്ല് വിലയായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുക. ഇപ്പോഴും ഗബ്രി എന്താ ചെയ്യുന്നത്? ഇവൾക്ക് വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇവൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ജിൻഡോനെ തകർക്കാൻ വേണ്ടി അവൻ പുറത്ത് നല്ല കളികളെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇവൾക്ക് വേണ്ടിയിട്ട്. ഇവളുടെ എല്ലാ ചരിത്രങ്ങളും ഇവളുടെ ഈ കാമുക ചരിതങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴും ഗബ്രി ഇവളുടെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞത് എൻ്റെ പൊന്നെ ആണുങ്ങൾ വർഗത്തിന് തന്നെ നാണക്കട. അത് ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ബഹളങ്ങളും ഒക്കെ പുറത്ത് നടന്നിട്ട് ഇവളുടെ ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള ചരിത്രങ്ങൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടും ഗബ്രി ഇതുപോലെ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്തോ കണ്ടിട്ടുണ്ട്. ആ കാര്യം ഉറപ്പാണ്. ഒന്നുമില്ലെങ്കിൽ ഇവൾക്ക് കിട്ടുന്ന 50 ലക്ഷം ഇവളുടെ സാമ്പത്തിക ലാഭങ്ങൾ ഇവൾക്ക് യൂട്യൂബിൽ തന്നെ കിട്ടേണ്ട ഒരു മാസം ഇവൾക്ക് 8 ലക്ഷം രൂപയോളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് അതിൽ നിന്ന് ഇപ്പോൾ ഒരു 8 ലക്ഷം രൂപ കിട്ടിയാലും ഇപ്പോൾ ഒരു 50,000 രൂപ വീട്ടുകാർക്ക് ചിലവിന് കൊടുത്താലും ബാക്കി കാശല്ലേ, ഇവിടെ നിന്ന് കിട്ടിയാലും അത് കാശല്ലേ. അപ്പം ഇത് ഉളുപ്പില്ലാത്ത കാമക്കടുവിയായ ഗബ്രി നിനക്ക് നാണണ്ടറ. നീ ഈ നിലയ്ക്ക് നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കാശിന് സാമ്പത്തികത്തിന് വേണ്ടി മാത്രമാണ് നീ ഇനിയും ഇവിടെ ഒപ്പം നിൽക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ഇവിടെ വന്നിട്ട് ഒരു രാത്രിയിലത്തെ പരിചയമുള്ളവളായിട്ട് എന്നിട്ട് നിന്റെ മേത്തേക്ക് കെട്ടിമറിഞ്ഞില്ലേ? എന്നിട്ട് നീ ഇതൊക്കെ പുറത്തു പോയിട്ട് ഇവളുടെ യഥാർത്ഥ സത്യങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്നിട്ടും നീ ഫിനാലയിൽ വന്നിട്ട് ഇവളെയും കൂടെ അടിച്ചു മാറ്റി കൊണ്ടുപോകാന്ന് വിചാരിച്ച് നടക്കണ നീ ഈ ലോകത്തെ ഏറ്റവും വലിയ പൊട്ടന എന്ന് ഞാൻ പറയാം. ഇത്രയും എതിർപ്പുകൾ ഉണ്ടായിട്ട് പോരാത്തന്നെ അവർ വേറൊരു കാസ്റ്റാണ്, ഒരു മുസ്ലിം കാസ്റ്റാണ്. മുസ്ലിം കാസ്റ്റും നീ ഒരു ക്രിസ്ത്യൻ കാസ്റ്റാണ്. ഒരിക്കലും നടക്കാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ.
എന്നിട്ട് നിനക്ക് നീ ഇപ്പോഴും ഇതുപോലെ ഇവൾക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനും ജിൻഡോനെ തകർക്കാനും വേണ്ടി നീ പുറത്ത് ഇതുപോലെ പണിയെടുക്കണമെങ്കിൽ എൻ്റെ മോനെ നിനക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു അടി. ഒന്നുമില്ലെങ്കിലും നിന്നെ കണ്ടാലെങ്കിലും ഒരു നല്ലൊരു ഐശ്വര്യമുള്ളൊരു ചെക്കനല്ലേ നീ. നിനക്ക് എത്രയോ നല്ല പെണ്ണുങ്ങൾ കിട്ടും. ചില സമയത്ത് കാണുമ്പോൾ നിൻ്റെ മുഖത്തെ കാണുമ്പോൾ നിൻ്റെ ആ മുഖത്തൊരു നിഷ്കളങ്കത അത് നമ്മൾ കാണുന്നുണ്ട്. നീ വന്ന് ഈ ജാസ്മിൻ്റെ കൂടെ കൂടിയപ്പോഴാണ് നിൻ്റെ മോന്ത വികൃതമായത്, ഒരു വൈരൂപ്യമായി തോന്നിയത് നമുക്ക് അപ്പോഴാണ്. ഇപ്പം പുറത്ത് നടന്നിട്ട് നീ ഇതേ സ്റ്റാൻഡ് തന്നെ എടുത്തിട്ട് വീണ്ടും ഫിനാലയിൽ വന്ന് ഇവിടെ അടിച്ചു മാറ്റി കൊണ്ടുപോകാനാണ് ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോനെ നീ തെറ്റുപറ്റി. നീയൊന്നും ഇവൾക്ക് പോകുന്ന തണ്ടിയല്ല എന്ന് നീ മനസ്സിലാക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇന്നുള്ള ടാസ്കുകളൊക്കെ കഴിയാൻ പോവാണ്. അപ്പോൾ നേരിട്ട് നമ്മൾക്ക് ഇനി ഫിനാലയിലേക്ക് കയറുന്ന സംഭവങ്ങളൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് വളരെ ഒരു ദുഃഖത്തിൻ്റെ ദിവസമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടുമണിയുടെ വ്യത്യാസത്തിലാണ് നമ്മുടെ ജിൻഡോ രക്ഷപ്പെട്ടത്. ആ ഒരു തള്ളലും മുന്തലും നടന്ന ടാസ്കിൻ്റെ ഇടയിൽ നടന്ന കാരണം ബിഗ് ബോസ് അത് ക്ഷമിച്ചു. ആ ടാസ്കിൻ്റെ ഇടയിൽ തന്നെ ജിൻഡോയ്ക്ക് കൈ കൊടുത്താൻ തോന്നിയേ എല്ലാം തകർന്ന് വീണ് തരിപ്പണായനെ. ഇതൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കൂടോത്രം, ആവാഹനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവളുടെ മാല എന്ന് അതിൻ്റെ ഉള്ളിൽ കടത്തിയോ, ഈ ജിൻഡോനെ എന്ന് മയക്കുമരുന്ന് കൊടുത്ത് മയക്കാനായിട്ട് ബിഗ് ബോസ് മുന്നിട്ടിറങ്ങിയോ, ജിൻഡോൻ്റെ കഷ്ടകാലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ആ വ്യക്തി അവിടെ നിൽക്കുന്നത്. ഇത്രയും വലിയ നമ്മുടെ ശരീരം സൂക്ഷിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്. ഇന്നലെ ആ ഒരു ടാസ്ക്, ആ കാല് വെച്ചിട്ട് ആ കുടം നിലത്ത് വിടാണ്ട് ഒരു എത്ര പിടിച്ച വഴിക്ക് ആളത് ഞാൻ കിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ ശരീരം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ശരീരത്തിൻ്റെ എല്ലാ പാർട്സുകളും ഡാമേജായി കിടക്കുക. അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നിരിക്കുക. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫിസിക്കൽ ട്രെയിനർ ഇത്രയും ചെറിയൊരു ടാസ്ക് കൊടുത്തപ്പോൾ ഈ നന്ദന പോലുള്ള ഒരു പെണ്ണ് പോലും 1 മണിക്കൂറിൽ മേലെ അവിടെ പിടിച്ചു നിന്നപ്പോൾ ഒരു 5 മിനിറ്റ് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ജിൻഡോൻ്റെ ശാരീരികം ഇതിനെ പറ്റി നമുക്ക് വളരെയധികം സംശയമുണ്ട്. വളരെയധികം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തോ നടക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അതുപോലെ തന്നെ ജിൻഡോൻ്റെ ഇന്നലത്തെ ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ കഴുത്തിന് അല്ലെങ്കിൽ തന്നെ പരിക്കുള്ളതാണ്. ഇന്നലെ അത് വീണ്ടും കൂടി. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഈ കപ്പ് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ജിൻഡോ നിൽക്കുന്നത്. പുറത്ത് ജിൻഡോനെ വളരെ മോശമാക്കാനും വളരെ വൃത്തികെട്ടവനാക്കാനായിട്ട് കുറേ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ജിൻഡോന് ചെല്ലേണ്ട വോട്ട് നിങ്ങൾ ആർക്കും ചെയ്യണ്ട. ദയവ് ചെയ്തിട്ട് ഞാൻ പറയാം, ആ വോട്ട് ഈ അഭിഷേക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയില്ലാത്ത ഊളക്കി അവൻ്റെ സ്വന്തം കാര്യം സിന്താബാന്ന് പറഞ്ഞിട്ടപ്പോൾ അവൻ നടക്കണത്. അവന് ചെയ്യാണ്ടിരിക്കാൻ നല്ലത്. ഇപ്പോൾ അവൻ ഭയങ്കരമായിട്ട് വോട്ടിങ് കയറി വെക്കുക. ജിൻഡോൻ്റെ വോട്ട് മേടിച്ച് അവൻ എവിടെയോ എത്തി. ഇനി ഉള്ള ദിവസം അവന് വോട്ട് കൊടുക്കേ വേണ്ട. അപ്പോൾ ഇന്നലെ ചെയ്ത ഒറ്റ കാര്യം മതി അവൻ നമുക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ അവനെ തള്ളിക്കളയാനായിട്ട്. അവൻ അത്ര നല്ല പുണ്യാളൊന്നല്ല, അവന് രൂപക്കൂട്ടിൽ വയ്ക്കാനേ പറ്റിയ മനുഷ്യനുമല്ല അവൻ. അതാണ് ഇന്നലെ അവൻ കാണിച്ചത്. അപ്പോൾ ഗെയ്സ്, അപ്പം നമ്മുടെ വ്ളോഗ് ഇവിടെ നിർത്തണം. ഇനിയും പറയാൻ കാണിച്ച കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തുടക്കത്തിലേ ഒന്ന് ലൈക്ക് അടിക്കുക. ഒരു കെ ലൈക്കെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. കമൻറ്റും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കാറുണ്ട്. കമൻറ്റ് നല്ല നല്ല കമൻറ്റുകളുണ്ട്. അതിനൊക്കെ നമുക്ക് സമയം കണ്ടെത്തി ഒരു വീഡിയോ തന്നെ നിങ്ങളെല്ലാവരും കമൻറ്റ് വായിച്ചുകൊണ്ട് ഇടാൻ ഞാൻ. അപ്പോൾ അതുവരെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം നന്ദി. നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.